വേറിട്ട ഒരു പിടി നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തൻ്റെതായ ഒരിടം കണ്ടെത്തിയ താരമാണ് സോന നായർ. സിനിമകളേക്കാൾ ഇപ്പോൾ സീരിയലുകളിലാണ് സോന സജീവമെങ്കിലും മലയാള സിനിമയിൽ സോന ചെയ്തുവെച്ച പല കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. 1991 ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന ടെലി സീരിയലിലൂടെ സോന അഭിനയരംഗത്തേക്ക് കടന്നുവരുന്നത്. വിമൻസ് കോളേജിൽ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്തായിരുന്നു അഭിനയത്തിലേക്കുള്ള ഈ വരവ്. അതിനിടയിലുണ്ടായ തൻ്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സോനയും ഭർത്താവ് ഉദയൻ അമ്പാടിയും തുറന്നു സംസാരിക്കുകയാണ്. ആദ്യ സിനിമ കഴിഞ്ഞ് ഒരു 3 വർഷം ഗ്യാപ്പ് എടുത്തിട്ടാണ് തൂവൽ കൊട്ടാരം ചെയ്യുന്നത്. അവിടെ തുടങ്ങിയതാണ് ഇപ്പോഴും അഭിനയിക്കുന്നു. ഇദ്ദേഹം എൻ്റെ ഭർത്താവ് ആയതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും അഭിനയിക്കാൻ പറ്റുന്നത്. ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഒരാളെ പരിചയപ്പെടണം, പ്രണയിക്കണം, വിവാഹം ചെയ്യണം എന്നതൊക്കെ ഒരു നിയോഗം പോലെയാണ് കാണുന്നത്. എൻ്റെ വീട്ടുകാരൊന്നും ഒരിക്കലും ഒരു സിനിമക്കാരനെ വിവാഹം ചെയ്യാൻ സമ്മതിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് സോന പറയുമ്പോൾ ബാക്കി പ്രണയകഥ പറയുന്നത് ഭർത്താവ് ഉദയനാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ഒരു വർക്കിൽ ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങി. അന്നത്തെ ആ പരിപാടിയുടെ പ്രൊഡ്യൂസർ എന്നോട് വന്നിട്ട് പറഞ്ഞു, പൈസ കുറച്ച് ഷോർട്ടുണ്ട്, വണ്ടി പോയിട്ടുണ്ട്, നിങ്ങളൊന്ന് ഇന്ന് സ്റ്റേ ചെയ്യണം എന്ന്. അപ്പോൾ സോമൻ ചേട്ടൻ, ഉദയ ഇത് പറ്റിക്കലാണ്, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് വന്ന സോനയും സോനയുടെ അച്ഛനും ഉണ്ട്. അച്ഛൻ വന്നിട്ട് എന്നോട് പോകുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ അതെ എന്ന് പറഞ്ഞപ്പോഴേക്കും കാശുമായി വണ്ടി എത്തിയിരുന്നു. ഷൂട്ട് മുടങ്ങില്ല എന്നുള്ള അറിയിപ്പും കിട്ടി. അടുത്ത ദിവസമായിരുന്നു ഷൂട്ട്. ഞാനും സോനയുടെ അച്ഛനും കൂടി ചീട്ടൊക്കെ കളിച്ചിരുന്നപ്പോൾ ഇടയ്ക്കിടെ സോന കടന്നു വരും. ഞാൻ അന്ന് അച്ഛനെ സാർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. തിരിച്ച് അദ്ദേഹം സാർ എന്നായിരുന്നു എന്നെയും വിളിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയാണ്, എത്ര പെങ്ങന്മാർ എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ കല്യാണാലോചനയ്ക്ക് ആണോ എന്ന് തമാശയായി ചോദിച്ചിരുന്നു. അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. അടുത്ത ദിവസം രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാൻ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ സോന ഒരു 5 രൂപ തുട്ട് തന്നിട്ട് അമ്പലത്തിൽ ഇട്ടേക്കാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു ചോദിച്ചത്, എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറാനുള്ള കുട്ടിയായതുകൊണ്ടല്ലേ ഈ ദക്ഷിണ തന്നത് എന്നായിരുന്നു. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെയായിരുന്നു മറുപടി. പിന്നീട് ഷൂട്ട് തുടങ്ങിയപ്പോൾ അത് പ്രണയമായി മാറുകയായിരുന്നു എന്ന് ഉദയൻ പറയുന്നു. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് 28 വർഷമായി എന്നും മക്കളില്ലാത്തതിൽ ഒരു വിഷമവും ഇല്ലാതെ പരസ്പരം സപ്പോർട്ട് ചെയ്താണ് ഇരുവരും ജീവിക്കുന്നത് എന്നും താരങ്ങൾ പറഞ്ഞിട്ടുണ്ട്.